ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. ഇന്നൊരു ഈസി ആൻഡ് ഹെൽത്തി ലഞ്ച് ബോക്സ് ഫില്ലിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. തട്ടിക്കൂട്ട് റെസിപ്പി എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ പീസസ് ആണ് എടുത്തിട്ടുള്ളത്. നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കൻ പീസസ്, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, സോയ, ഇത്രയും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിത് ഫ്രൈങ് പാനിലിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ അല്ല ഡീപ്പും അല്ല, അതിന് രണ്ടിൻ്റെയും നടുക്കുള്ള ഒരു ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരുപാട് ഫ്രൈ ആയി പോവണ്ട, പക്ഷേ ഒരുപാട് ഫ്രൈ ആവാതെയും ഇരിക്കണ്ട. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത്രേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് പതുക്കെ സോട്ടായി വരുമ്പോഴേക്കും നമ്മൾ സ്വീറ്റ് കോൺ ആണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു റൈസിൽ ഇതിൻ്റെ ഫ്ലേവറിൽ നമുക്ക് ശരിക്കും ബട്ടറും ആ ഒരു ഗാർലിക്കും ആണ് മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ ഈ സ്വീറ്റ് കോണും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ റൈസിന് പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൺ ആഡ് ചെയ്തത്. കോൺ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ സോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. റൈസ് ഞാൻ തലേ ദിവസം തന്നെ വേവിച്ചിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. വിട്ട് വിട്ട് കിട്ടും റൈസ് നമുക്ക്, പിന്നെ ഒരുപാട് വെന്തും പോവാത്ത രീതിയിൽ കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആഡ് ചെയ്യാനുള്ളത് കുരുമുളക് പൊടി ആഡ് ചെയ്യണം. നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് വൈറ്റ് പെപ്പർ. ഞാൻ ബ്ലാക്ക് പെപ്പർ പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് മിക്സഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒറിഗാനോ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒറിഗാനോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ മല്ലിയില ഒരിക്കലും ആഡ് ചെയ്യരുത്. ഇതൊരു ഇറ്റാലിയൻ ഫ്ലേവറിൽ ചെയ്യുന്ന ഒരു റൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാഴ്സ്ലിയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. മല്ലിയില ഒട്ടും ആഡ് ചെയ്യരുത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. കുട്ടികളുടെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്ത് വിടുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ചീസി സോസ് ഉണ്ടല്ലോ, പാസ്ത സോസ് പോലത്തെ, അത് വേണമെങ്കിൽ ഡിപ്പ് ചെയ്തെടുക്കാം ചിക്കനിൽ. അടിപൊളിയാണ്.